രാവിലെ 8:30 തന്നെ ശ്രീനഗറിലെ റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. നല്ല തണുത്ത നനഞ്ഞ അറ്റ്മോസ്ഫിയറാണ്. സൂപ്പർ തണുപ്പാണ് കേട്ടോ. ഇവിടുത്തെ ചെറു പട്ടണങ്ങളാണ് ഇതൊക്കെ. കശ്മീരി സ്റ്റൈലിലാണ് ഉള്ളത്. മുന്നിൽ തന്നെ ഇരുന്ന് കാഴ്ച കണ്ടുള്ള പോക്കാണ്. എല്ലായിടത്തും തിരക്കായി വരുന്നേ ഉള്ളൂ. ഇരുണ്ട് മൂടിയ കാലാവസ്ഥ തന്നെ. ഈ കാണുന്നത് കാശ്മീരിൽ എല്ലായിടത്തും കാണുന്ന ടുക് ടുക്കാണ്. 2 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുമെങ്കിൽ. ഇലക്ട്രിക് വാഹനമാണിത്. നല്ല ക്യൂട്ടാണ് കാണാൻ. പഴമയിലും പ്രൗഢിയോടെ നിൽക്കുന്ന കുറേ ബിൽഡിങ്ങുകൾ നമുക്ക് പോകുന്ന വഴിയെ ഒരുപാട് കാണാൻ പറ്റും. നല്ലൊരു സുഖം നൽകുന്ന യാത്ര. ഈ മരമൊക്കെ ഇലയിട്ട് പൂക്കളിട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ സീൻ തന്നെ മാറുമായിരിക്കും. ഒരു ചേട്ടൻ രാവിലെ മാർക്കറ്റിൽ നിന്ന് ഐറ്റംസൊക്കെ വാങ്ങി വീട്ടിൽ പോവുകയാണ്. ഈ തണുപ്പത്ത് ബൈക്ക് ഓടിച്ച് പോകുന്നവരെ സമ്മതിക്കണം. മരവിച്ചിട്ട് കൈ ബൈക്കിൻ്റെ പിടിയിലുണ്ടോ എന്ന് വരെ സംശയമായി പോകും. എല്ലായിടത്തും ഇവിടെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് കേട്ടോ. സ്ട്രീറ്റിലെ കുറച്ച് ഷോപ്പുകളാണ്. അവ തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്ക്. ഈ ഒരു ക്ലൈമറ്റിന് മഞ്ഞ നിറം നല്ല മാച്ചാണ്. നല്ല വൃത്തി തോന്നിപ്പിക്കുന്ന സ്ട്രീറ്റ്. കാശ്മീറാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചോദ്യമാണ്, മഞ്ഞ് കണ്ടോ അല്ലെങ്കിൽ സ്നോ എക്സ്പീരിയൻസ് ചെയ്തോ എന്ന്. മഞ്ഞുണ്ട് എന്ന പോസിറ്റീവ് റിപ്പോർട്ട് കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നതും ഇപ്പം അങ്ങോട്ട് പോകുന്നതും. അതിനുവേണ്ടിയാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. ഈ കാണുന്നത് ഇവിടെയുള്ള താമരയുടെ സ്റ്റെമ്മാണ് കേട്ടോ. ഇത് ഇവർ സ്പൈസി ആയിട്ടുള്ളൊരു കറി വെക്കാൻ യൂസ് ചെയ്യും എന്നാണ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത്. നല്ല ടേസ്റ്റാണ് അത്രേ. ഒരു കെട്ടിന് 600 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര സോനാമാർഗിലേക്കാണ്. മഞ്ഞുള്ള സോനാമാർഗിലേക്ക്. കാശ്മീരിൽ വരുന്നവർ സോനാമാർഗ് മിസ്സാക്കാറില്ല. സിന്ധു നദിക്ക് കുറുകെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പാലം. റോഡിൽ ഒരുപാട് ഇത്തരം പോണികളെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. കൊടും തണുപ്പത്ത് കശ്മീരികൾ ധരിക്കുന്ന വസ്ത്രമാണിത്. ഫെറാൻ എന്നാണ് ഇതിനെ പറയുന്നത്. പുറമേ കാണുന്ന പോലെയല്ല, ഉള്ളിൽ അവരൊരു കനൽക്കുറ്റിയും പിടിച്ചാണ് നടക്കുന്നത്. നല്ല ചൂട് കിട്ടും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. പിന്നൊരിക്കൽ ചെയ്യാം. ശ്രീനഗറിൽ നിന്ന് 80 കിലോമീറ്ററാണ് സോനാമാർഗിലേക്ക്. അരികിലൂടെ വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും എനിക്കെന്തോ ഇവിടെ വളരെ വൃത്തിയുള്ളൊരു സ്ഥലം പോലെ തോന്നുന്നുണ്ട്. ഓടിയിട്ടും അങ്ങ് എത്തുന്നില്ല. ഇനിയും 47 കിലോമീറ്റർ ഉണ്ട്. മാർക്കറ്റൊക്കെ സജീവമായി തുടങ്ങി. അവിടെ നിന്ന് വരുന്ന വണ്ടികളുടെ മുകളിൽ മഞ്ഞുകട്ടകൾ കാണാൻ പറ്റും. നല്ല റോഡും നല്ല സ്ഥലങ്ങളും. ഓട്ടം സീസണിൽ ഇതുവഴി വന്നാൽ സ്വർഗ്ഗ തുല്യമായിരിക്കുമെന്ന് ഡ്രൈവർ പറഞ്ഞു. ഫ്രെയിമിൻ്റെ ഭംഗി കാരണം എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഹാൻഡ് ഗ്ലൗസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ചൂടാക്കുന്ന ഒരു ഐറ്റം ഗ്യാസിലാണ് വർക്ക് ആവുന്നത്. എനിക്കിപ്പോൾ ഈ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ചൂടാണ് കേട്ടോ. ഇത് ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്. അടിപൊളി സെറ്റപ്പ്. ഗൈസ്, ഇതിപ്പോൾ പോണ വഴിക്ക് നമ്മളിവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു മങ്കി ക്യാപ്പ് പോലത്തെ ഐറ്റമാണ്. ഭയങ്കര യൂസ്ഫുൾ ആണെന്നാണ് പറഞ്ഞത്. സോ അതൊരെണ്ണം വാങ്ങി. ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പ്രീപെയ്ഡ് സിമ്മുമായിട്ട് വന്നാൽ ഇവിടെ വർക്കാവില്ല കേട്ടോ. പോസ്റ്റ് പെയ്ഡ് സിം മാത്രമേ വർക്കാവുകയുള്ളൂ. എയർടെൽ ആണെങ്കിൽ നിങ്ങൾക്ക് മലയുടെ മുകളിൽ വരെ 5Gയും കിട്ടും. അപ്പുറത്ത് മല മൊത്തം സ്നോ ആണ്. ഈ റോഡിലേക്ക് ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് സ്നോ കാണുന്നത്. കിടക്കണു റോഡിൽ സ്നോ. ഇനി എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇത്രയും നേരം കണ്ട കാഴ്ചയായിരിക്കില്ല ഇനി. മഞ്ഞിൻ്റെ ലോകത്തേക്ക് നമ്മൾ കയറുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ സോനാമാർഗിലേക്ക് പോണ വഴിക്കാണ്. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ്. എന്തോ ഒരു രസം നോക്കിയല്ലേ. പച്ച കളർ കാണാനേ ഇല്ല, ഫുള്ള് വെള്ളയാണ്. അടിപൊളി ഫ്രെയിം. നമ്മളിനി ഈ റൂട്ടിലാണ് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? അതാണ് നമ്മുടെ വണ്ടി. ഇത് കൊടും തണുപ്പുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ആളുകളുടെ ഫെറാൻ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്കതറിയാൻ പറ്റും. വസ്ത്ര കച്ചവടമൊക്കെ പൊടിക്കുകയാണ് വഴിയരികിൽ. മല കയറുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ സ്ട്രീറ്റാണിത്. മാരക വ്യൂ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. പ്രകൃതി എന്തൊരു വ്യത്യസ്തമാണ് ഇവിടെ. വഴിയരികിൽ മഞ്ഞ് ചെളിയുമായി മിക്സായി കിടക്കുന്നു. മരത്തിൻ്റെ ഇലകളിൽ മഞ്ഞിൻ്റെ വെള്ളപ്പൊടി പറ്റിയിരിക്കുന്നു. മഞ്ഞുരുകുന്ന വെള്ളമാണ് കേട്ടോ ഈ റോട്ടിൽ നമ്മൾ കാണുന്നത്. സോനാമാർഗ് ടണലിലേക്കാണ് നമ്മുടെ പോക്ക്. ആ ടണൽ കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വേറൊരു ലോകം തന്നെയായിരിക്കും. ഇനി സോനാമാർഗ് എത്താൻ 15 കിലോമീറ്റർ കൂടി ഓടണം. ഈ ഫ്രെയിം എനിക്ക് എന്തെന്നില്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു സിനിമാ ഷോട്ട് പോലെ തോന്നി. നമുക്കിതൊന്ന് ആസ്പെക്ട് റേഷ്യോ മാറ്റി സിനിമാ സ്കോപ്പിലാക്കി നോക്കിയാലോ. അന്യായ ബ്യൂട്ടി തന്നെ, മനോഹരം. ഈ കാഴ്ചയൊക്കെ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് പേര് വണ്ടി നിർത്തി ഇറങ്ങി നിൽക്കുന്നത് കാണാം. ലൈനോട് ചേർന്ന് മഞ്ഞിരിക്കുന്നുണ്ടോ? ഈ വണ്ടികൾ ഓടി വി ആർ എൻട്രിങ് ടു സോനാമാർഗ് ടണൽ. 6.5 കിലോമീറ്റർ ലെങ്ത്തുള്ള സോനാമാർഗ് ടണലിലേക്ക് നമ്മളെത്തി. ജമ്മു ആൻഡ് കാശ്മീരിലെ ഗണ്ടർബാൽ ജില്ലയിലെ ഗഗൻഗിറിനെയും സോനാമാർഗിനെയും കണക്ട് ചെയ്യുന്ന ടണലാണിത്. നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ടണൽ. 6.5 കിലോമീറ്റർ ഓടിയെത്തി ടണലിൻ്റെ അറ്റം എത്തുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തായിരിക്കും. ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടോളൂ. മഞ്ഞുകൊണ്ട് ചുറ്റപ്പെട്ട താഴ്വരയിൽ കൂടെയുള്ള റോഡാണ് നമ്മുടെ മുമ്പിൽ ഇനിയുള്ളത്. മുഴുവനും മഞ്ഞുമയം. ആരെയും ആകർഷിക്കുന്ന അത്ര ഭംഗി. മായാലോകം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അത് നേരിൽ കാണുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ട കോഴിക്കോടുകാരൻ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. മഞ്ഞ് കാണണമെന്ന് ഒറ്റ
ഒറ്റ ആഗ്രഹത്തിൽ കാശ്മീരിൽ വന്ന ആളാണ്. ഇതൊക്കെ കണ്ട് ബോധം പോയി കാറിൻ്റെ ബേക്കിലിരിക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുന്നു. ദിസ് ഈസ് ദ പാർക്കിംഗ് ഏരിയ. നമ്മൾ വണ്ടിയോടെ പാർക്ക് ചെയ്തു. ഓക്കെ, ഫുൾ ഓഫ് മഞ്ഞാണ്. പുള്ളി നമുക്ക് ബൂട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക നമ്മുടെ ഇപ്പോൾ നോർമൽ ഷൂ അല്ലേ, അത് ഇവിടെ ഇങ്ങനെ ഐസിൽ ഇങ്ങനെ വെക്കുമ്പോഴേ കണ്ടോ തെന്നി പോവാ. ഗായ്സ്, നമ്മൾ ബൈക്ക് ഓടിക്കാൻ പോകണേ. നമ്മൾ എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, നല്ല ഉപകാരപ്പെടും. നമ്മളെ ഈ സ്നോ ബൈക്കിൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. സ്നോ ബൈക്ക് കൂടാതെ സ്ലെഡ്ജിങ് ചെയ്യുന്ന ഐറ്റവും ഇവിടെയുണ്ട്. അത് മഞ്ഞിലൂടെ നമ്മളെയും വലിച്ചുകൊണ്ട് ഒരാൾ ഓരോ പോയിന്റിലേക്കും പോകുന്നതാണ്. അതാണ് ഇവിടെ സൈഡിൽ ചാരി വെച്ചിരിക്കുന്നത്. സ്നോ ബൈക്കിന് 2500 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അത് ഗവൺമെൻറ് ഫിക്സഡ് പ്രൈസ് ആണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടത്തിലോ നല്ലപോലെ ബാർഗെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നല്ല റേറ്റിൽ കുറഞ്ഞു കിട്ടും. അതായത് 1000 രൂപ വരെയായി കിട്ടും. അതിലും കുറവ് മേടിച്ചെടുക്കാനുള്ള മിടുക്കുള്ളവരും ഉണ്ടാവും. ഭാഷ അറിഞ്ഞാൽ നല്ലത്. ഞങ്ങൾക്ക് 1600 രൂപ വരെ കുറച്ച് തന്നു. ഒരാൾക്കാണ് കേട്ടോ ഈ തുക. വെറും 2 മിനിറ്റ് റൈഡാണ്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കുന്നത് കൊണ്ട് എത്തിക്സിൻ്റെ പ്രോബ്ലം ഒന്നും വിചാരിക്കേണ്ട. കാരണം ഇവർക്ക് ഈ 2 മിനിറ്റ് റൈഡ് ചെയ്യാൻ എന്ത് ചിലവ് വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവർ പറയുന്ന 2500 വലിയ അറക്കൽ റേറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ്. അവിടം വരെയുള്ള സ്നോ ബൈക്ക് എക്സ്പീരിയൻസ് വളരെ നല്ല തന്നെയാണ് കേട്ടോ. ഞാനിത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തു. ഒരു കാര്യം പറയാം, ഇവരൊരു മയവും ഇല്ലാതെ വളരെ റഫായിട്ടാണ് ഇത് ഓടിച്ചു പോകുന്നത്. നടുവേദനയൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അവരോടത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വേദന കൂടും. ഇതിപ്പോൾ ഫോണിൽ സ്റ്റെബിലൈസേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് സ്മൂത്തായി ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ആ സ്പോട്ടിൽ അവർ എത്തിച്ചു. നല്ല ഐസിലേ അപ്പുറത്ത് കാണുന്ന മഞ്ഞാണ്. അവിടെ ഇങ്ങനെ നല്ല ചൂട് നൂഡിൽസ് ഇങ്ങനെ കോരി എടുത്തിട്ട് തണുപ്പത്ത് ചൂട് നൂഡിൽസ് കഴിക്കുന്നത് ഒരു രസം തന്നെയാണ് കേട്ടോ. നല്ല ഫീലായിരുന്നു. മലകൾക്ക് നടുവിലെ ഒരു വലിയ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നമുക്കിനി എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അതിന് സ്ലെഡ്ജിങ് യൂസ് ചെയ്യാം, പോണികളെ യൂസ് ചെയ്യാം, പിന്നെ നടക്കാം. ഇവിടെ ടെൻറ്റുകളുണ്ട്. അവിടുന്ന് നൂഡിൽസും ടീയും ഒക്കെ എൻജോയ് ചെയ്യാം. ഞങ്ങൾ നടക്കാനാണ് തീരുമാനിച്ചത്. അതാകുമ്പോൾ കൂടുതൽ എൻജോയ് ചെയ്യാമെന്ന് തോന്നി. മഞ്ഞിലൂടെയുള്ള നടത്തം ഒരു നല്ല അനുഭവം തന്നെയാണ് കേട്ടോ. അല്പം ഒന്ന് സൂക്ഷിക്കണം, തെന്നി വീഴാൻ സാധ്യതയുണ്ട്. സൂര്യവെളിച്ചം തട്ടി മഞ്ഞ് സ്വർണം പോലെ തിളങ്ങുന്നതാണിത്. നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗി ഉണ്ടോ. നല്ല തിളങ്ങുന്നു, ഇങ്ങനെ നെക്കിയാലിങ്ങനെ അമർന്നു പോകും ഉണ്ടോ. ഐസ് ഇതുവഴി അങ്ങോട്ടേക്ക് പോകണം. നമുക്ക് അവിടുത്തെ കാഴ്ചകളെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വേറൊരു ലോകത്ത് തന്നെയാണ്. നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ അത്ഭുതം തോന്നിക്കുന്ന കാഴ്ചയല്ലേ. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. കാരണം ഈ കാശ്മീർ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. സ്വർഗ്ഗമാണിത്. ഇവിടെ 12 പോയിന്റുകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ സ്ലെഡ്ജിങ് ചെയ്യിപ്പിക്കുന്നവർ നമ്മളെ ഓരോ പോയിന്റിലും കൊണ്ടുപോകും. ഓരോ പോയിന്റിനും 200 രൂപയാണ് അവർ വാങ്ങുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പിന്നെ മഞ്ഞിലൂടെ ഇങ്ങനെ തെന്നിപ്പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് യൂസ് ചെയ്യാം. നമ്മൾ നടന്ന് കുറച്ചുകൂടി ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തി. എത്ര മഞ്ഞോടെ വീണ് കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കസേര. കേട്ടോ, നല്ല ആഴമാണ് കേട്ടോ. ചോട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് താന്ന് പോവും. എൻ്റെ അമ്മ, സൂപ്പർ എക്സ്പീരിയൻസ്. ബ്യൂട്ടിഫുൾ സ്പോട്ട്. കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. ഈ ലൊക്കേഷൻ സൂപ്പർ സിനിമാറ്റിക് ആയി തോന്നി. ഇതൊരു അടിപൊളി ലൊക്കേഷൻ തന്നെയായിരുന്നു. ആളുകൾ പോയ വഴിയെ തന്നെ പോകാൻ ശ്രമിക്കുക. അല്ലാത്തടത്ത് ചവിട്ടിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആഴമായിരിക്കും. കാല് താന്നു പോകും. നല്ല പോലെ കിതയ്ക്കുന്നുണ്ട് ഞാൻ. മഞ്ഞിലെ ഓട്ടം അല്പം ഹെവിയാണ്. കണ്ടില്ലേ, നല്ല താഴ്ചയായിരിക്കും. നല്ല സ്ഥലം. വേറെ ആളുകളൊന്നും ഇല്ലാത്ത കാരണം ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും എടുത്തു. മഞ്ഞ് കണ്ടാൽ നമ്മുടെ എല്ലാം മനസ്സിലെ കുട്ടിത്തം പുറത്തു വരും. പോത്തുപോലെ വളർന്നവർ കളിക്കുന്ന കളി കണ്ടോ, സൂപ്പറല്ലേ. ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലേക്ക് കയറിപ്പോകാൻ തീരുമാനിച്ചു. നല്ല ചെരിവുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ വീഴാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ മഞ്ഞിൻ്റെ അടിയിൽ നല്ല പാറ ഉണ്ടാകും. അൺലക്കിയാണെങ്കിൽ നല്ല സുഖമായിരിക്കും വീണ് കഴിഞ്ഞാൽ. എങ്ങനെയൊക്കെയോ അള്ളിപ്പിടിച്ച് ഞങ്ങൾ മുകളിലെത്തി. ഞങ്ങളിതാ വന്ന് കയറിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഒരു രക്ഷയില്ല. നിർവചിക്കാൻ പറ്റാത്ത സൗന്ദര്യം. ഈ ഒരു ഫ്രെയിം എനിക്ക് വല്ലാതെ അങ്ങ് ബോധിച്ചു. ഫോൺ സ്റ്റാൻഡിൽ വെച്ച് ഞാൻ അങ്ങോട്ട് നടന്നു. 25% ബാറ്ററി ഉണ്ടായിരുന്നു എൻ്റെ ഫോണിൽ. വിത്തിൻ സെക്കൻഡ്സ് തണുപ്പ് കാരണം ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയിപ്പോയി. ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ശേഷം പോക്കറ്റ് 3 ക്യാമറയിലാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. സമയം 3 മണി കഴിഞ്ഞിരുന്നു.
ഗൈസ് ഞങ്ങളിതപ്പോൾ ഈ മലേൻ്റെ മുകളിലായിരുന്നു ഫുള്ള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും. ഇത് വേറെ ഒരു പോയിൻ്റാണ്. ഇവിടെയും ടെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എന്തൊരു രസമുള്ള ഫ്രെയിമാണല്ലേ, കണ്ടിട്ട് മതിയാകുന്നില്ല, വല്ലാത്ത ഭംഗി. അടിപൊളി. എല്ലാ പോയിന്റിലും പോയില്ല, കുറച്ച് പോയിന്റിലേ പോയുള്ളൂ. എല്ലായിടത്തും പിന്നെ ബജ്രംഗി ബൈജാൻ സിനിമ ഷൂട്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കിപ്പോൾ സമയം കുറച്ചായി, 3 മണിയായി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ടൈമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാം. ഞങ്ങളിനി ഈ പരന്ന സ്ഥലത്ത് കൂടി തിരിച്ച് ഇറങ്ങിപ്പോവുകയാണ്. കുറച്ച് ചുറ്റണം, വല്ലാത്ത വിശപ്പുമായി തുടങ്ങിയിട്ട്. സ്ലെഡ്ജിങ് നടത്തുന്നവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞ് നമുക്ക് തന്നെ മടുപ്പാവും. പിന്നെ മഞ്ഞിലൂടെ കളിക്കുമ്പോൾ ഷൂസിൻ്റെ ഉള്ളിൽ മഞ്ഞ് കയറിയ കിളി പാറും കേട്ടോ, കാല് മരവിച്ചു പോവും. വേഗം തന്നെ ഷൂ അഴിച്ചത് തട്ടിക്കളയുകയാണ് ഉത്തമ മാർഗം. ഇത് ഓഫീസാണോ ആരുടെയെങ്കിലും വീടാണോ, എന്തായാലും അതിൻ്റെ ഇരിപ്പും ഈ ലൊക്കേഷനും ഒരു രക്ഷയില്ല. വയനാട്ടിലൊക്കെ കാടിൻ്റെ ഉള്ളിൽ പണിത് വെക്കുന്ന ബംഗ്ലാവ് പോലെയുണ്ട്. സ്നോയിലൊരു ബംഗ്ലാവ് അല്ലേ, അടിപൊളി. ഈ പണിയെടുക്കുന്നവരുടെ വരുമാന മാർഗം ഈ സീസണിൽ മാത്രമാണ്. ഈ മേഖല അല്ലാതെ അവർ ഇവിടെ വേറെ എന്തു ജോലി ചെയ്യുന്നു എന്നറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. തണുപ്പിലൂടെയുള്ള ഈ നടത്തം ഒരു രസം തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ ആദ്യം വന്നിറങ്ങിയ പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട് നമ്മളിത് വന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഈ വഴി കൂടെ അങ്ങ് പോയി അവിടെ എത്തണം. റൂമിൽ പോയിട്ടേ താഴേന്ന് സ്നോ ബൈക്ക് ഇവിടെ വേറൊരാളെയും കൊണ്ട് എത്തണം, എന്നാലേ നമുക്ക് താഴേക്ക് അതിൽ പോകാൻ പറ്റുള്ളൂ. വെയിറ്റിംഗ് ആണ്. ഞങ്ങളുടെ ബാക്കിൽ നല്ലൊരു ക്യൂ ഉണ്ട്. അങ്ങനെ സ്നോ ബൈക്കിൽ ഞാൻ കയറി. സോൻമാർഗ് എൻ്റർടൈൻമെൻറ്റ് ഇതോടുകൂടി തീരുകയാണ്. സാഹസികത നിറഞ്ഞ റൈഡൊന്നുമല്ല, എന്നാലും എന്തോ ഒരു രസം ഇതിലുണ്ട്. ഇടയ്ക്ക് ബായ് ഒന്ന് വണ്ടി നിർത്തി എന്നോട് വണ്ടി ഓടിക്കണോ എന്ന് ചോദിച്ചു. ആദ്യം ഞാനൊന്ന് ഹാപ്പിയായി. പിന്നെ പുള്ളി പറയുക 500 രൂപ കൊടുക്കണമെന്ന്. അപ്പം ഞാൻ വണ്ടി വിട്ടോളാൻ പറഞ്ഞു. എന്തോരം പേരാണ് കാശ്മീരിൻ്റെ ഭംഗി കാരണം ജീവിക്കുന്നതല്ലേ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, ഈ മഞ്ഞുകൊണ്ട് തന്നെ എത്ര പേരുടെ കുടുംബം നടന്നു പോകുന്നു. സാഹചര്യങ്ങൾ അവസരങ്ങളാക്കുന്ന കാഴ്ചയാണിത് അല്ലേ. അവർക്കും ജീവിക്കണ്ടേ. നമ്മുടെ ഇംഗ്ലീഷൊന്നും ഇവിടെ വില പോയില്ല കേട്ടോ. ഹിന്ദി അല്ലെങ്കിൽ കാശ്മീരി തന്നെ സംസാരിക്കണം. ഓരോന്നും പറഞ്ഞു ഫലിപ്പിക്കാനാണ് പാട്. നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. നല്ല പോലെ എൻജോയ് ചെയ്തു. സോനാമാർഗിൻ്റെ ഭംഗി ഒന്നും കൂടെ ഞാൻ ക്യാപ്ചർ ചെയ്തു. ഇനിയും വരണം ഇങ്ങോട്ട്, വീണ്ടും വരാൻ തോന്നും. തണുപ്പ് പ്രശ്നമുള്ളവർക്ക് ആ തോന്നലുണ്ടാവില്ല കേട്ടോ. നിയർലി 0 ഡിഗ്രിയാണ് ഇവിടെ തണുപ്പ്. കൃത്യമായി പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3. നമ്മളങ്ങനെ താഴെത്തി. ഇതാണ് സ്ലെഡ്ജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലോസായി കാണാത്തതുകൊണ്ട് ഞാനൊന്ന് ക്യാപ്ചർ ചെയ്തതാണ്. ഇതാണ് നമ്മുടെ സ്നോ ബൈക്ക്. പൊളാരിസ് എന്ന് എഴുതിയിട്ടുണ്ട്. PUBG മൊബൈൽ ഗെയിം കളിച്ചിരുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ സ്നോ ബൈക്ക്. ഇപ്പോൾ ആദ്യമായിട്ട് കയറുകയും ചെയ്തു. ബാക്കിൽ ടയറിന് പകരം ചെയിനിൽ മുള്ളുകളാണ്. അതാണ് ഐസിൽ അള്ളിപ്പിടിച്ച് ചീറിപ്പാഞ്ഞു പോകുന്നത്. ഞാൻ ആദ്യം എത്തി, ബാക്കിയുള്ളവർ ഇനി വരണം. കോമഡി കേൾക്കണം. മഞ്ഞ് കാണാൻ വന്ന കോഴിക്കോടുകാരൻ എവിടെയാണെന്നറിയോ? ഡ്രൈവറുടെ ഒപ്പം വണ്ടിയിൽ. പുള്ളിക്ക് മഞ്ഞ് കാണണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. കളിക്കണ്ട, അത് ആഗ്രഹത്തിലില്ലല്ലോ. മനുഷ്യൻ്റെ ഓരോരോ കാര്യം. നല്ല വൃത്തിയുള്ളൊരു പോണി. പാവത്താനാണ്, അടങ്ങി നിൽക്കുക. അപ്പോൾ ഗായ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ ഫ്രം സോൻമാർഗ്. ഗൈസ് നമ്മൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാനൊന്ന് നിർത്തിയതാണേ. ഒരു സൂചന കാണിച്ചുതരാം. ഇത് നോക്കി, മലേൻ്റെ മുകളിൽ നോക്കി എന്തോ ഒരു റിസോർട്ടുകളും വീടുകളാണ് കണ്ടില്ല. ഇത് എങ്ങനെ ഇവിടെ ഇവർ എത്തുന്നു എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ ഹോം സ്റ്റേയും റിസോർട്ടൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ അങ്ങോട്ടേക്ക് ഗസ്റ്റുകളെ കൊണ്ടുപോകും, ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ അവിടെ താമസിക്കുന്നവരാണെങ്കിൽ തന്നെയും അവരെങ്ങനെ എത്ര ദിവസത്തേക്കുള്ള ഐറ്റം അവരുടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സമ്മതിക്കണം. അപ്പോൾ ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.